തേനീച്ച ആക്രമണങ്ങൾ മൂലമുള്ള മരണങ്ങളേറുന്നു. ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിൽ കൂടുതലും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികൾ. കടന്നൽ ആക്രമണം മൂലം കഴിഞ്ഞ ദിവസവും ജില്ലയിൽ മരണമുണ്ടായി. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് കടന്നൽ കുത്തേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത് 10-ലധികം പേർക്കാണ്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കഴിഞ്ഞാൽ ജീവികളുടെ ആക്രമണത്തിലുള്ള മരണങ്ങളിൽ 2ാം സ്ഥാനമാണ് കടന്നൽ തേനീച്ച ആക്രമണങ്ങൾക്കുള്ളത്. കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് കൂടുതലായും ആക്രമണത്തിന് ഇരയാകുന്നത്. തേനീച്ച കടന്നൽ ആക്രമണം മൂലം സംഭവിക്കുന്ന ജീവഹാനിക്ക് വനം വന്യജീവി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിന് പുറത്തുണ്ടാകുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷമാണ് നഷ്ടപരിഹാര തുക സംബന്ധിച്ച ഉത്തരവ് ഭേദഗതി ചെയ്തത്. തേനീച്ചകളുടെയും കടന്നലുകളുടെയും ആക്രമണത്തിൽ വ്യത്യാസമുണ്ട്. തേനീച്ചകൾ കുത്തുമ്പോൾ കൊമ്പ് ഒടിഞ്ഞ് ശരീരത്തിൽ കയറും. കൊമ്പിനൊപ്പം വിഷസഞ്ചിയും വയറിന്റെ കുറച്ച് ഭാഗവും ഉണ്ടാകും. ഇവ നഷ്ടപ്പെടുന്നതിനാൽ കുത്തിയ ശേഷം തേനീച്ചകൾ ജീവിച്ചിരിക്കില്ല. കടന്നലുകളുടെ കുത്തേറ്റാൽ കൊമ്പുകൾ തറച്ചിരിക്കുകയില്ല. കടന്നലുകൾക്ക് ഇതുകൊണ്ട് തന്നെ നിരവധി തവണ കുത്താൻ സാധിക്കും. പക്ഷികളുടെ ആക്രമണത്തിലും ശക്തമായ കാറ്റിൽ കൂട് ഇളകുമ്പോഴും കടന്നൽ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ കൂട് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കടന്നൽ തേനീച്ച ആക്രമണങ്ങൾ പതിവാണ്. TCV തൃശൂർ.